യെസ്, കുറച്ച് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതെ ഗൈസ്, നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയപ്പോൾ കുറച്ച് പഴം കിട്ടി. എന്നാൽ പിന്നെ പഴംപൊരി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പഴമുണ്ട്, കത്തിയുണ്ട്, വേണ്ടുന്ന സാധനങ്ങൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദ, കുറച്ച് പഞ്ചസാര, കുറച്ച് ഏലക്ക, അതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. സ്പോൺസർഡ് ബൈ ബെന്നി. അതെ അതെ, ഞാനുള്ളി. പിന്നെ ഇത് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ലേശ ഉപ്പ്. പിന്നെ നമ്മൾ ഏലക്ക നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ഇതിനകത്ത് ഇപ്പം മൈദപ്പൊടി ഉണ്ട്, പിന്നെ എന്നൊക്കെ ഉള്ളത് മൈദപ്പൊടി, മഞ്ഞപ്പൊടി, പഞ്ചസാര, ഇത്ര നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ബാക്കി കുറച്ച് ഏലക്കയുടെ പൊടിയും കുറച്ച് ഏലക്ക ഒന്നും കൂടി പൊടിക്കണമെന്നോ? അതെ, അത് ജസ്റ്റ് ഒന്ന് നമുക്കത് പൊടിക്കാനുള്ള ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് തരാം. നമ്മൾ എടുക്കുന്നു, ആൽവിൻ എന്തോ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പൊടിക്കാനൊരു നിർവാഹമില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇവിടെ മഗ്ഗ ഗ്ലാസ് അതിലൊക്കെ. ഇത് അരിഷ്ടത്തിൻ്റെ ഒപ്പിയാണിത്. ഇത് അരിഷ്ടത്തിൻ്റെ ഒപ്പിയാണ്. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഡെയിലി കുടിക്കുന്ന ഇഷ്ടമായി. ഇല്ല, വീക്കിലി മാത്രം കുടിക്കുന്ന അരിഷ്ടത്തിൻ്റെ. ഇവിടെ പ്രൊമോഷൻ കിട്ടും. മില്ലേഴ്സ് ക്രാഫ്റ്റ് കണ്ടത് സിഗ്നേച്ചർ ഉണ്ട്. ഈ ചില്ലുപ്പി പൊട്ടി കയ്യിൽ വീഴണം. അതെ, എടുക്കുക, രണ്ടൊന്ന്. ആഹാ, മനോഹരമായിട്ട് സെറ്റായി വന്നിട്ടില്ല. എന്നാലും നമുക്കത് കുരു ഉടഞ്ഞ് കിട്ടിയാൽ മതി. നമ്മളിപ്പോൾ ലക്ഷറി സെറ്റപ്പ് ഒന്നുമല്ല ഗൈസ്. നമ്മൾ പഴംപൊരി കഴിക്കണം, അത്രേ ഉള്ളൂ. ഇതിന് വേറെ എവിടെയും കിട്ടാത്ത ഐറ്റം ആണല്ലോ, കേരളത്തിൽ മാത്രം കിട്ടുന്ന ഐറ്റം ആണല്ലോ. അതെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശരിയല്ലേ, വേറെ എവിടെയും കിട്ടൂല. ഇപ്പം മലയാളി കടയിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. നമ്മുടെ നാട്ടിലെ സാധനം നമ്മുടെ നാട്ടിൽ തന്നെ. അതെടുക്കുന്നു. ഇപ്പം ഏലക്കയുടെ പൊടി സെറ്റായി. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതും കൂടെ നമുക്ക് ചേർത്ത് ചേർന്നിട്ട് മിക്സ് ചെയ്യാം. അതല്ല, ഇങ്ങനെ ഇടുക. എടുക്കുക. ഇപ്പോൾ ഏലക്കയുടെ പൊടി ആഡ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഉപ്പിൻ്റെ പൊടി ആഡ് ചെയ്യാം. ഗ്രേറ്റ് വാല്യൂഡ് ഉപ്പ്, ജസ്റ്റ് ഒരു പൊടി മാത്രം മതി കേട്ടോ. നമുക്ക് ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടല്ലോടാ. വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് അല്ലേ, ഇതൊക്കെ മതി. ഇതെല്ലാം മതി, ധാരാളം. പയ്യെ ലക്ഷറി ആക്കാം. ലക്ഷറി ആവും നിങ്ങൾ എല്ലാവരും കൂടി. അതെ, ഒന്ന് ഒത്ത് പിടിച്ചാൽ ഇത് ലക്ഷറി ആക്കി കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് മൈദ ആഡ് ചെയ്തു, മഞ്ഞപ്പൊടി ആഡ് ചെയ്തു, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു, പിന്നെ ഇപ്പം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇത്രേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫോമിലാക്കി എടുക്കണം. മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അടക്കാം. നമ്മൾ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല പ്യുവർ കനേഡിയൻ വെള്ളമാണിത്. അതെ, നല്ല ഫ്രഷ് വാട്ടർ. ഇപ്പോൾ എടുത്തുള്ളൂ. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വെള്ളം വെച്ച് ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കൂടുതൽ വെച്ചോ, നിങ്ങളുടെ പുട്ടിൻ്റെ കൺസിസ്റ്റൻസി ആയി. ഓക്കെ, നമുക്കിതിങ്ങനെ ഒരു വാട്ടർ ഒരു കുഴമ്പിൻ്റെ പരുവത്തിൽ കിട്ടണം. ആഡ് ചെയ്ത് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തു. ഈ ഒരു പരുവം വേണം ഗൈസ്. ഇത് എങ്ങനെ വേണം, പരുവം കിട്ടണം. കട്ടയൊന്നും കുത്തിയിട്ടില്ല. അതെ, ഉപ്പുണ്ടോന്ന് നോക്കണം. ഉണ്ടെന്നാണ് തോന്നുന്നത്. മധുരമുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ പഴം അങ്ങോട്ട് ഇട്ടാൽ മതി. അതെ, നമ്മൾ ജസ്റ്റ് പഴം അരിയുക, ഇതിലേക്ക് ഇടുക, നമ്മൾ എണ്ണയിലേക്ക് മുക്കിയിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നല്ലോണം പിടിക്കും. ഫ്രീസർ. ഓക്കെ, നമുക്ക് എന്തായാലും എണ്ണ ചൂടാവാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇവിടുത്തെ സ്റ്റവ് നല്ല കണ്ടീഷൻ സ്റ്റവ് ആണ്, കുറച്ച് എടുക്കും. അതെ, ഓക്കെ. പഴമൊപ്പം അരിഞ്ഞ് സെറ്റായിട്ടിരിപ്പുണ്ട്. അതെ, നമ്മൾ 2 ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഒരു 8 പീസ് കിട്ടും. 8 പീസ് കിട്ടും. നമ്മളിപ്പോൾ 2-3-4 വരെ ഉള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ട്രയൽ അടിക്കാൻ വേണ്ടി 8 പീസ് മതി. ഇത് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ബീഫ് കറിയും കൂടി വെച്ചിട്ട് പഴംപൊരിയും ബീഫിൻ്റെയും കൂടി കാണിച്ചു തരുന്നത്. അതെ, പൂശിക്കോ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ബീഫ് കറിയും എല്ലാ കറിയും വെക്കാം. അപ്പോൾ നമ്മൾ പഴം ഇടാൻ പോകണം ഗൈസ്. നല്ല നെയ്യുള്ള ബീഫ് ഉണ്ടെങ്കിൽ നല്ലോണം പടക്കാം. ഇങ്ങനെ അങ്ങോട്ട് നല്ലപോലെ മുക്കി അതിൻ്റെ അകത്ത് ഇടുക. അടുത്തൊരു പീസ് എടുക്കുക. ഇപ്പം ഗൈസ് പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി നോക്കിയാ തൊട്ട് നോക്കിയാ. തൊട്ട് നോക്കി ചൂടാ, നല്ല ചൂടാ. അപ്പം നമ്മളിത് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമ്മൾ ഹെൽത്തി സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒരു ജസ്റ്റ് ആ പീസുകൾ ഇങ്ങനെ മുങ്ങി കിടക്കാനുള്ള ഒരളവ് അത്ര മതി. പാൻ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അതെ, സെറ്റ്. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനും വറുക്കാറോ. മാരിനേറ്റ് ചെയ്ത് കഴിക്കാൻ ഞാനിപ്പോഴേ വേണ്ടത് എടുത്ത് വറുക്കാം. ആര് മാരിനേറ്റ് ചോദിച്ചു? അവനോട് പറഞ്ഞായിരുന്നു മാരിനേറ്റ്
ഇതൊക്കെ മതിയാവുമായിരിക്കും. പിന്നെ മുങ്ങിക്കിടങ്ങണ അത് മതിയാവും, അല്ലെങ്കിൽ നമുക്ക് മുക്കിക്കൊല്ലാം. കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഇപ്പം ഈ സാധനം ചൂടായ വന്നെ. അതെ, പാത്രം ചൂടായോണ്ട് ഇനിയിപ്പം അധികം ടൈം എടുക്കത്തില്ല, പെട്ടെന്ന് ചൂടാവും. നീ ഈ ക്യാമറ റോൾ ചെയ്തായിരുന്നു? ചെയ്തു. വെൽ ഡൺ. താങ്ക് യു. യെസ്. എണ്ണ ചൂടാണോ അല്ലേ? അതെ. എണ്ണ ചൂടായെന്ന് എങ്ങനെ അറിയാം? എങ്ങനെ? നിന്റെ കൈ എടുത്തത് അതിലേക്ക് മുക്കി നോക്കാം, അപ്പൊ ഇങ്ങനെ പൊള്ളി വരും. സെൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം, അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയായതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയല്ല. അതൊരു തുള്ളി വെള്ളം എടുക്കുക, ഇട്ട് വെക്കുക, വെരി ഗുഡ്. സ്ഫോടനം ഉണ്ടാവും. എന്നാ നമുക്ക് ഷെഫ് ആലും പറഞ്ഞോട്ട് ട്രൈ ചെയ്തോ. എണ്ണ ചൂടാവണം, അല്ലെങ്കിൽ ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ലോണം പൊട്ടും വെള്ളം. എണ്ണ തിളച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടും. എടാ മേത്തൊരു അത്ര നിർപ്പിക്കല്ലേ? പൊട്ടുന്നുണ്ട്. നീ നീങ്ങിയെന്നു നല്ലോണം പൊട്ടും. നീ അത്ര ഒഴിച്ച വെള്ളം ഞാൻ അതിനു വേണ്ടി ഒഴിച്ചില്ലല്ല, പക്ഷെ നല്ലോണം പൊട്ടും. ഒരു തുള്ളി ഇടാൻ പാടുള്ളൂ. എണ്ണ അത്രയ്ക്ക് ചൂടായിട്ടില്ല. ഈ ഒരു സൗണ്ട് ഒക്കെ വേണം, എന്നാലേ നമുക്ക് ആ ഒരു ഗുമ്മ് വരത്തുള്ളൂ ഉണ്ടാക്കാനായിട്ട്. എങ്ങനെയുണ്ട് സൗണ്ട്? എന്റെ ക്യാമറയ്ക്കൊന്നും പറ്റല്ലേ, പുതിയ ഫോണിലെടുക്കുക വ്ളോഗ്. അതെ, ഇതായിരുന്നു നമ്മൾ ഇത്ര നാൾ വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച ഫോൺ, എൻ്റെ 16 Pro Max. ഇതിപ്പോ നമ്മളിപ്പോ 17 Pro Max അപ്ഗ്രേഡ് ചെയ്തു. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി അപ്ഗ്രേഡ് ചെയ്തു? നിങ്ങൾക്ക് വേണ്ടി. അതെ, നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം. കണ്ടാ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും വീഡിയോ കണ്ടാ നമ്മൾ അടുത്ത 18 Pro Max എടുക്കും. 18 Pro Max ഞാൻ എന്തായാലും എടുക്കും, ആഗ്രഹമാണേ. എടുക്കട്ടെ സാധനം. അപ്പൊ സാധനം എടുക്ക്, പഴം എടുക്ക്. നമ്മൾ ഒരുപാട് നേരം വെച്ചില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ്. പിന്നെ ഇവിടെ ഓൾറെഡി ഡ്രൈവ് ചെയ്തതാണല്ലോ കാനഡയിൽ. അതെ. ഈ സാമാനം എടുത്ത് തിരിച്ചു വെക്കാൻ ഓർമ്മിപ്പിക്കണേ, അല്ലെങ്കിൽ അനൂപ് നിന്നെ കശത്ത് വെച്ചെടുക്കും. കാണുമ്പോ തന്നെ നല്ല രസമല്ലേ, ഇങ്ങനെ കണ്ടിട്ട് പോവാനേ തോന്നില്ല. എന്ത് പോകാൻ തോന്നില്ല. ഓക്കെ, അപ്പൊ ഓക്കെ ബെനി. ഇത് ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിനി ഓരോ പഴം വെച്ച് ഈ തിളക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗം. അതായത് നമ്മുടെ കൈയൊക്കെ നമ്മൾ സൂക്ഷിക്കണം, അതന്നെ. അല്ലെങ്കിൽ കൈയിലേക്ക് ചർച്ച വീഴും. കൈ ഹാഫ് ബോയിൽഡ് ആവാൻ തീർന്നു. ഐശ്വര്യമായിട്ട് നമുക്ക് അങ്ങോട്ടേക്കാം. എടാ പാത്രം വെച്ച് സാധിക്കോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. എടുത്തിട്ടോ. ഓ മൈ ഗോഡ്. എടാ അവൻ പതയുന്നുണ്ടോ? കൊള്ളാടാ. ഇട്ടു. ചെറിയൊരു തുള്ളി വീണു. അപ്പൊ എണ്ണ തിളച്ചിട്ടുണ്ട്, സെറ്റാ. എണ്ണ തിളച്ച് നീ കൈ വെച്ചിട്ട് എണ്ണ തിളച്ചോ നോക്കുന്നുള്ളത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ലായിരുന്നു. അവനത് പ്രാവർത്തിക്ക് നോക്കി ഗൈസ്. എന്താണ് ഷെഫ് ഇനി അടുത്ത പ്ലാൻ? അപ്പൊ ഇത് കുറച്ച് നേരമായി നമ്മൾ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ആയി. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നോക്കാം, അറിയത്തില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, ഒന്ന് കളർ ചേഞ്ച്. ഫസ്റ്റ് ടൈം തന്നെ തിരിച്ചിടണോ പിന്നെ? ഫസ്റ്റ് ടൈം തിരിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടിയാലോ. അതെ, ഒരു ദിവസം കൊടുക്കുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നോക്കാം. ഇച്ചിരി ടാസ്ക് ആണ് കേസ്, എല്ലാം കൂടെ കയറി എന്തായാലും ഒട്ടി കിടക്കില്ലേ. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് മൊത്തത്തോടെ എടുത്തിട്ട്. ഓ മൈ ഗോഡ്. ഷെഫ് ആൽവിൻ. അല്ലടാ ഷെഫ്. എടാ വേണമെങ്കിൽ നീ മേളിൽ സ്പൂൺ കൂടി പിടിച്ചു, എന്നിട്ട് നോക്കാം. ഓക്കെ, പിടി പെട്ടെന്ന് പിടി. സെന്ററിൽ പിടി. പൊക്കട്ടെ. പൊങ്ങിയില്ല ഗൈസ്, പൊങ്ങണില്ല ഗൈസ്. പൊങ്ങി പൊങ്ങുന്നില്ല ഗൈസ്. അത് ചില സമയത്ത് പൊങ്ങൂല. രാവിലെ എടുത്തെങ്കിൽ നല്ലോണം പൊങ്ങിയാണ്. ഇപ്പൊ ബാച്ചിലേഴ്സ് എനിക്ക് എന്താണെങ്കിലും പറയാലോ. അത് തിരിഞ്ഞിട്ടില്ല. ഇത് തിരിഞ്ഞിട്ടില്ല. ഇത് തിരിയാത്ത. എടാ തിരിച്ചിട്ടതിനാ തിരിയണില്ല. മകനങ്ങാട് ഇവനാണ് പ്രശ്നം, ഇവൻ തിരിയണില്ല. നമ്മുടെ സോൾട്ട് ബെല്ലപ്പോലെ കുറച്ച് പഞ്ചസാര ചെയ്താലും കളർ ഫ്ലേവർ കൂടി പോവോ? പഴംപൊരി ഏറെക്കുറെ ആവാറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ഗൈസ്, നല്ല മണം. ഫസ്റ്റ് വെഞ്ചർ ആണെങ്കിലും സംഭവം കലക്കിയെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വെന്ത പോലെ തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് വെന്ത പോലെ തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. നിങ്ങൾ കമന്റ് ഇട്ട് അറിയിക്കണം ഗൈസ്. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഇൻകൺവീനിയൻസ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ലൈവ് കൊടുക്കും, സ്ട്രീം കൊടുക്കും. അടുത്ത ഐസോ സ്പീഡ് എന്താ എടുത്ത? അടുത്ത ഐസോ സ്പീഡ് ഇത് ട്രയാങ്കിളൊക്കെ നീ ഇല്ലുമിനാട്ടി വല്ലോ. ഞാൻ ജസ്റ്റ് എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്തതാണ്, അത് ഇവന്മാര് കയറി ഒട്ടിക്കളയും. ഇമാരി മറ്റേ വാലന്റൈൻസ് ഡേ എന്തൊരു ഹാങ് ഓവറിലും കണ്ട പഴങ്ങളുടെ വാലന്റൈൻസ് ഡേ എന്താന്ന് തോന്നുന്നു. സത്യം. എന്നാ പിന്നെ നമുക്ക് കോരാം. പക്ഷെ കോമഡി എന്താണെന്ന് അറിയോ, നമുക്ക് കോരാനുള്ള സാധനം ഇല്ല. ശരിയാ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനത്തെ ഒരു അരിപ്പയുടെ സാധനം എടുക്കുന്നു.
അതിനകത്തേക്ക് പഴം ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇടുന്നത്. നമ്മുടെ കാനഡയിൽ ടിഷ്യൂ പേപ്പറും കൂട്ടിയാൽ പഴംപൊരി കഴിക്കാറ് അങ്ങനെയല്ല. അത് സംഭവം എന്താ വെച്ചാൽ കാനഡയിൽ എല്ലാത്തിനും ടിഷ്യൂ പേപ്പർ ഒരു പൊതുവെ എല്ലാത്തിനും ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത്. അതെ, ഞങ്ങളൊക്കെ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതെ, എല്ലാ കാര്യങ്ങൾക്കും വേറൊന്നല്ല, ഇതിപ്പോ എണ്ണ നമുക്ക് കോരാൻ വേറെ വകുപ്പില്ല. അപ്പൊ ടിഷ്യൂ പേപ്പർ കുറച്ച് വലിച്ചെടുത്ത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ഇത് മാറ്റാം കേട്ടോ. ഇത് ഇങ്ങനെ കളർ മാറി കുറച്ച് ഡാർക്കായി തുടങ്ങി. നമുക്ക് പയ്യെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇറക്കിയെടുത്ത് ഈ ടിഷ്യൂ പേപ്പറിലോട്ട് ഇടാം. ഓ, കരിഞ്ഞു എന്നൊരു സംശയം കേട്ടോ. അത് ചില ആൾക്കാർ ഇച്ചിരി കരിഞ്ഞത് ഇഷ്ടമാണ്. എല്ലാവർക്കും വെളുത്തതല്ല ഇഷ്ടം. നമ്മളിങ്ങനെ റേസിസം ഒന്നും പറയാൻ പാടില്ല. അതെ, നമുക്ക് കറുപ്പും വെളുപ്പും അങ്ങനെ നമ്മൾ കഴിക്കും. ഇത് ബ്രൗൺ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതെ, ഇപ്പൊ പിങ്ക് പഴംപൊരി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. കണ്ടവര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറെക്കുറെ കോരി എടുത്തു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ പഴംപൊരി ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. നോക്കിയോ, കൊള്ളാമോ? പഴംപൊരി ഓക്കെ ഓക്കെ, പഴംപൊരി ഉണ്ട് ഗൈസ്, കൊള്ളാം. ആഹാ, ആവി പറക്കുന്ന ഫീൽ നമ്മൾ കടയിൽ പോയി കഴിച്ചാൽ കിട്ടുമോ? ഇതുപോലെ നമ്മൾ തിളച്ച എണ്ണ എടുത്തുകൊണ്ട് കഴിക്കുമ്പോഴേ എണ്ണ മറ്റിയിട്ടില്ല. അതെ, നമുക്കത് ഡിഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചീ ബെന്നി കുറേയൊക്കെ എണ്ണയും പിടിക്കും. ടേസ്റ്റ് ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. പിടിച്ചിട്ടുമുണ്ട്. ആ, കടയിടേണ്ടി വരുമോ മിക്കവാറും? നീ വാ, പഴംപൊരി നമുക്കിത് ഇങ്ങോട്ട് നല്ല വായുഭാഗ്യം ഉണ്ട് കേട്ടോ. കറക്റ്റ് ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ ഇത് മാറ്റാം. ഇത് നിങ്ങൾ കടിച്ചതിൻ്റെ ബാക്കി എടുത്ത് നോക്കി ആണ്. റിതിൻ ഒരു വഴിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. ഞങ്ങളുടെ പഴംപൊരി ഒന്ന് കഴിച്ചിട്ട് പോകുന്നു. ഞങ്ങളുടെ അല്ല, ഞങ്ങൾ ഉണ്ടാക്കിയ പഴംപൊരി. ഇതിനകത്ത് കറുത്തുണ്ട്, വെളുത്തുണ്ട്. എനിക്ക് ഏതാ വേണ്ടേ? അതെ, ഡാർക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്. ഇഷ്ടമുള്ളത് നോക്കി എടുത്താ. ദേ നോക്കിയേ, ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ പഴംപൊരി. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അവന് കട്ടിയുള്ള ഇഷ്ടം. അവന്റെ ഇൻട്രസ്റ്റ് ഏതാന്ന് നോക്കാം. അവന് ഇത്തിരി ഇരുണ്ടാണ് ഇഷ്ടം. അനിയത് പഴംപൊരി വായിലിടുന്നു. റിയാക്ഷൻ ഇട്. എങ്ങനെ ട്രൈ കഴിച്ചിട്ട്? ശരിക്കും പറ, കഴിച്ചോ? കൊള്ളാമോ? ഗ്രെയിൻസ് ഉണ്ട് കേട്ടോ വീഡിയോയിൽ. നല്ല ഇല കിട്ടും. കുറക്കണമായിരുന്നു പഴംപൊരി. അപ്പൊ കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഫ്ലേവർ അറിയാനുണ്ട് അത്. നമ്മള് എന്താ മറ്റേ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ പൊടിച്ചെടുത്തു. അതെ, ബിയർ റൂപ്പി കൊണ്ട് ഇടിച്ചെടുത്തു. മിക്സ് എടുത്താൽ ക്ലീൻ ചെയ്യണ്ടേ? നിങ്ങൾ ഇഞ്ചി ചെറുതായിട്ട് കയറ്റി. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കേട്ടണ്ടേ? എനിക്കിതിലൊരു പങ്കുമില്ല ഗൈസ്. എനിക്കാകെ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കാനൊക്കെ അറിയുന്നു. ഇത് പഴംപൊരി എടുത്ത് വെച്ചാ നോക്കട്ടെ. ബെന്നി കഴിക്കണ കിട്ടിയില്ല. ഓക്കെ, ബെന്നി നോക്കട്ടെ. എനിക്ക് ചെറുതാ ഇഷ്ടം. കാരണം എന്റെ അല്ല വലുത് ഞാൻ വേറെ അല്ല വേണ്ട. ഞാൻ ഉദ്ദേശിച്ച വേറെ, പക്ഷെ പുറത്തൊന്ന് വേറെ. ഉദ്ദേശിച്ച വേറെ, പക്ഷെ പുറത്തുവന്നത് വേറെ. പഴം കറക്റ്റ് പഴുത്ത പഴം, അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. പൗത്ത് നിക്കണ്. എന്നാ പിന്നെ ക്ലോസ് ചെയ്യാല്ലേ? ഇന്നത്തെ സംഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് എഡിറ്റ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ സൈൻ ഓഫ് ചെയ്യാൻ പോവാം. ഗൈസ് എല്ലാരും ബൈ പറയൂ. ചീസ് ബെന്നീന്റെ പഴംപൊരി.